പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ ഡൽഹിയിൽ വ്യാപക സംഘർഷം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. അനുമതി നിഷേധിച്ചിട്ടും ആയിരക്കണക്കിന് യുവാക്കൾ പങ്കെടുത്ത മാർച്ചിൽ പലയിടത്തും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് ജന്തർ മന്ദറിൽ നിന്ന് ചലോ സൻസദ് എന്ന പേരിൽ പ്രതിഷേധക്കാർ മാർച്ച് ആരംഭിച്ചത്. മാർച്ചുകൾക്കും പ്രകടനങ്ങൾക്കും പോലീസ് മുൻകൂർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ബാരിക്കേഡുകൾ ഭേദിച്ച് പാർലമെന്റിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജും കണ്ണീർവാതകവും പ്രയോഗിച്ചു. ഏറ്റുമുട്ടലിൽ പ്രതിഷേധക്കാർക്കും നിരവധി പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സെൻട്രൽ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കി. അതേസമയം ഏത് സാഹചര്യത്തിലും സമാധാനം കൈവിടരുതെന്ന് CJP നേതൃത്വം പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു. സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് ഡൽഹിയിലെ മെട്രോ ഗതാഗതവും ഭാഗികമായി തടസ്സപ്പെട്ടു. ഏറ്റവും തിരക്കേറിയ രാജീവ് ചൌക്ക് ഉൾപ്പെടെ 5 പ്രധാന മെട്രോ സ്റ്റേഷനുകൾ പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് അടച്ചിട്ടു. ജനപദ്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, സേവാതീർത്ത് എന്നിവയാണ് അടച്ചിട്ട മറ്റ് സ്റ്റേഷനുകൾ. ഇതോടെ നൂറുകണക്കിന് യാത്രക്കാരാണ് സ്റ്റേഷനുകൾക്ക് പുറത്ത് കുടുങ്ങിക്കിടക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശത്തെ തുടർന്ന് കഴിഞ്ഞ മെയ് മാസത്തിൽ അഭിജിത് ദീപ്കെ എന്ന യുവാവ് ഒരു ഹാസ്യ ഡിജിറ്റൽ കൂട്ടായ്മയായി ആരംഭിച്ചതാണ് കോക്രോച്ച് ജനതാ പാർട്ടി. പിന്നീട് വലിയ ജനപിന്തുണ നേടിയ ഈ കൂട്ടായ്മ വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഡൽഹിയിൽ പ്രതിഷേധിക്കുന്നത്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കും ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തുണ്ട്. കഴിഞ്ഞ മാസം 28 മുതൽ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന അദ്ദേഹത്തെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലടക്കം സർക്കാർ ഉത്തരവാദിത്വം ഏൽക്കുകയോ പ്രതിപക്ഷം വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുകയോ ചെയ്യാതെ തന്റെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ആശുപത്രിയിൽ കഴിയുന്ന സോനം വാങ്ചുക് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.